This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആയന്നൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. വിവിധ ദിവസങ്ങളിലായി നടന്ന തിരുനാൾ കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന, നൊവേന, വചനപ്രഘോഷണം എന്നിവ തിരുനാളിനോടനുബന്ധിച്ച് നടന്നു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന സ്നേഹവിരുന്നിലും നാനാതുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ഭൂതത്തിൻ പാപങ്ങൾ താങ്ങും. ഞാനല്ലാതെ പിന്നെ ആര് എന്നൊരു സിനിമ ഡയലോഗ് ട്രെൻഡായി നമ്മുടെയൊക്കെ കാതുകളിലും ഹൃദയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ദൈവമല്ലാതെ മറ്റാരെന്ന തിരിച്ചറിവിൽ തന്റെ ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു മഹാമനുഷ്യന്റെ തിരുനാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. കുതിരപ്പുറത്തിരുന്ന ഭീകരസത്വത്തെ വധിക്കുന്ന കരുത്തുള്ള ആ ചെറുപ്പക്കാരൻ ഒരു പോരാളി തന്നെയാണ്. ചുറ്റും ക്ഷുദ്രജീവികൾ നിറയുമ്പോൾ മനസ്സറിഞ്ഞ വിശ്വാസത്തോടെ ആ പുണ്യവാന്റെ പേര് വിളിച്ചാൽ നിലയ്ക്കാത്ത കുതിരക്കുളം പെടുന്നാളും ചുറ്റിലും ഉയർന്നു കേൾക്കുമെന്നുള്ളൊരു ധൈര്യം, വിശ്വാസം നമുക്കുണ്ട്. ക്രിസ്ത്യാനിയാകണോ സൈന്യാധിപനാകണോ എന്ന ചക്രവർത്തിയുടെ ചോദ്യത്തിന് മുന്നിൽ മനസ്സാഞ്ചല്യം കൂടാതെ ദൈവത്തെ തള്ളിപ്പറയാതെ സൈന്യത്തിലെ തന്റെ ജോലി രാജിവെച്ച് ഒടുവിൽ തള്ളിപ്പറയാത്ത ആ വിശ്വാസത്തിന്റെ പേരിൽ ഡയോക്ലിഷ്യന്റെ വാൽമുനയിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടപ്പോൾ അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എന്റെ ശരീരത്തെ ദ്രോഹിക്കുവാനാകും, പക്ഷെ എന്റെ ആത്മാവിനെ ഒന്ന് തൊടാനാവില്ല. ആ ധൈര്യത്തെ, ആ വിശ്വാസ പ്രഘോഷണത്തെ ഓർത്തെടുക്കുന്ന ഈ പുണ്യദിനത്തിൽ ഏവർക്കും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്, നേരുകയാണ്. വിശുദ്ധന്റെ ജീവിതത്തെ, ചരിത്രത്തെയൊക്കെ ഈ ദിവസങ്ങളിൽ നാം അടുത്തറിഞ്ഞത് തന്നെയാണ്. AD 260-80 ഇടയിൽ ജനിച്ച് നീറോ, ഡൊമീഷ്യൻ, ഷാജൻ തുടങ്ങിയ 10ഓളം ചക്രവർത്തിമാർ അതിതീവ്രമായ സഭയെ പീഡിപ്പിച്ചിരുന്ന, ക്രൈസ്തവ വിശ്വാസികളെ കഴുമരത്തിലെത്തിയിരുന്ന, വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിരുന്ന, രാജാവിന്റെ ഉദ്യാനങ്ങളിൽ വെളിച്ചമായി ജീവനോടെ വിളക്കുകാലികളായി കത്തിച്ചിരുന്ന മതമർദ്ദന ദശകത്തിൽ രാജാവിന്റെ സൈന്യത്തിന്റെ ഭാഗമായി തീർന്ന് ദൈവാനുഗ്രഹത്താൽ സമർത്ഥനായ യുവാവ് ഒടുവിൽ രാജാവിന്റെ അംഗരക്ഷക സേനയുടെയും തലവനാവുകയാണ്. പക്ഷെ അപ്പോഴും വിശ്വാസത്തെ ഉപേക്ഷിക്കാതെ തന്റെ ജീവൻ നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം അദ്ദേഹം പകർന്നു നൽകുകയാണ്. ഒരിക്കൽ യാത്രാമധ്യേ ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു ഭീകരതയാളിക്ക് ഇരയായി വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നു. പാഞ്ഞെടുക്കുന്ന ഭീകരസത്വത്തെ വധിച്ച് ആ നാടിനെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും നയിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ പകർന്നുകൊടുത്ത് ഒരു ജനതയെ മുഴുവൻ അദ്ദേഹം ദൈവത്തിന് വേണ്ടി നേടുകയാണ്. ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന ചക്രവർത്തിയുടെ കൽപ്പനയെ മാനിക്കാതെ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഒടുവിൽ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ തള്ളി. പക്ഷേ ദൈവത്തിനോട് ചേർന്ന് നിന്നവനെ ഒറ്റയ്ക്കാകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം ഇറങ്ങി വരികയാണ് കാരാഗ്രഹത്തിലേക്ക്, ആ ഇരുട്ടിലേക്ക് വിശുദ്ധ ഗീവർഗീസിന്റെ കൂട്ടായി. അർദ്ധരാത്രിയിൽ പൗലോസിന് മുന്നിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നതുപോലെ ആ രാത്രിയിൽ ഗീവർഗീസിന്റെ മുന്നിലും ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. കണ്ടുനിന്ന കാവൽക്കാരും വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും ബന്ധനസ്ഥനാക്കപ്പെട്ട വിശുദ്ധ ഗീവർഗീസിനെ ശരീരം മുഴുവൻ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ച് വീണ്ടും കാരാഗ്രഹത്തിൽ തള്ളുന്നു. പക്ഷെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു, മുറിവുകൾ പരിപൂർണമായി സുഖപ്പെടുന്നു. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.